അമേരിക്കയും ഇറാനും തമ്മിൽ ഇത്രയും ഭീകരമായ രീതിയിൽ ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്ന ഒരാളുണ്ട്. ഹിസ് നെയിം ഈസ് ജെഫ്രി എപ്സ്റ്റൈൻ. കേവലം 2 ദിവസത്തെ യുദ്ധം കൊണ്ട് എപ്സ്റ്റീൻ ഫയൽസ് എന്ന അതിമാരകമായ ബോംബിനെ കുഴിച്ചു മൂടിയിരിക്കുകയാണ് ട്രംപും അമേരിക്കയും ഇസ്രായേലും ബിൽ ഗേറ്റ്സും. ഐ നോ ദ ലാസ്റ്റ് നെയിം ഈസ് സർപ്രൈസിംഗ്. വാച്ച് ദിസ് വീഡിയോ കംപ്ലീറ്റ്ലി. എപ്സ്റ്റീൻ ഫയൽസുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് അതിന്റെ പീക്ക് സ്റ്റേജിലെത്തി നിൽക്കുകയായിരുന്നു ഫെബ്രുവരി മാസത്തിന്റെ ആദ്യത്തെ 2 ആഴ്ചകൾ. കുറച്ച് ഡേറ്റുകളും അന്നുണ്ടായ സംഭവങ്ങളും ഞാനൊന്ന് എടുത്തു പറയട്ടെ. ഫെബ്രുവരി 19 എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ അറസ്റ്റ് ഉണ്ടാകുന്നു. അത് പ്രിൻസ് ആൻഡ്രൂസിന്റെ ആയിരുന്നു. അത് കഴിഞ്ഞ് 5 ദിവസങ്ങൾക്കപ്പുറം എപ്സ്റ്റീനുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നെന്നും അതിൽ ക്ഷമ ചോദിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ബിൽ ഗേറ്റ്സ് മുന്നോട്ട് വരുന്നു. 2 ദിവസങ്ങൾക്കപ്പുറം ഹിലരി ക്ലിന്റന്റെ ഒരു ടെസ്റ്റിമോണിയൽ വരികയാണ്. എപ്സ്റ്റീൻ ഇത്രയും ഭീകരനാണെന്ന് താൻ അറിഞ്ഞിരുന്നില്ല. എന്നെക്കാളും എന്റെ ഹസ്ബൻഡിനെക്കാളും കൂടുതൽ ബന്ധം ട്രംപിനായിരുന്നു. അയാൾ ഐലൻഡിൽ പോയിരുന്നത് ചൂണ്ടയിടാനൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹിലരി ക്ലിന്റൺ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പോസ്റ്റ് ഇടുന്നു. എന്നാൽ അതേ ദിവസം തന്നെ മറ്റൊരു സുപ്രധാനമായ ഇഷ്യൂ നടന്നിട്ടുണ്ട്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ബോഷ് ബ്രന്റെ എപ്സ്റ്റീനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ രാജിവെച്ച് പടിയിറങ്ങുകയുണ്ടായി. തൊട്ടടുത്ത ദിവസം, അതായത് ഫെബ്രുവരി 27 ബിൽ ക്ലിന്റന്റെ ഒരു ടെസ്റ്റിമോണിയൽ വരികയാണ് എപ്സ്റ്റീൻ ഫയൽസുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയിട്ട്. തൊട്ടടുത്ത ദിവസം ഇറാനുമായിട്ടുള്ള യുദ്ധം തുടങ്ങുന്നു. ഇറാന്റെ സുപ്രീം ലീഡർ ആയിട്ടുള്ള ഖമനേയിയെ കൊലപ്പെടുത്തുന്നു. എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകാനിരിക്കുന്ന പ്രമുഖരുടെ വാർത്ത കൊടുക്കാൻ എല്ലാ രീതിയിലും സജ്ജരായിരുന്ന ഗ്ലോബൽ മീഡിയ ഒരൊറ്റ ദിവസം കൊണ്ട് സ്ഫോടനങ്ങളുടെയും മരണങ്ങളുടെയും വാർത്ത കൊടുക്കുന്ന തിരക്കിലായി പോയി. പിന്നീട് അങ്ങോട്ട് എപ്സ്റ്റീൻ ഫയൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയും ഒരു മീഡിയയും കൊടുക്കാതെയായി. മാത്രവുമല്ല, ഈ കേസിൽ ആദ്യമായി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രിൻസ് ആൻഡ്രൂ കുറ്റവിമുക്തനാക്കപ്പെട്ടു. ജെഫ്രി എപ്സ്റ്റീനും വൈറ്റ് ഹൌസിലെ മുൻ സ്ട്രാറ്റജിസ്റ്റുമായിട്ടുള്ള സ്റ്റീവ് ബണ്ണനുമായിട്ടുണ്ടായിരുന്ന ഒരു ചാറ്റ് എപ്സ്റ്റീന്റെ അറസ്റ്റിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. ട്രംപ്, ഇഫ് കോർണർ ലൈക്ക് എ റാറ്റ്, could trigger a larger conflict, including bombing Iran to create a crisis and rally a public support. എന്തെങ്കിലും ഒരു കാരണവശാൽ ട്രംപ് ഒരു അപകടത്തിൽ ചെന്ന് പെടുകയാണെങ്കിൽ അയാൾ ഇറാനെതിരെ വലിയ ശക്തമായ രീതിയിൽ ഒരു യുദ്ധം തുടങ്ങുമെന്നും അതിലൂടെ പബ്ലിക് സപ്പോർട്ട് കൈവശമാക്കുമെന്നും എപ്സ്റ്റീൻ സ്റ്റീവ് ബണ്ണനോട് പറഞ്ഞിരുന്നു. വർഷങ്ങൾക്കിപ്പുറം അത്തരമൊരു സാഹചര്യം തനിക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ ട്രംപ് എപ്സ്റ്റീൻ പറഞ്ഞ അതേ ഐഡിയ തന്നെ ഇവിടെ പ്രയോഗിച്ചിരിക്കുകയാണ്. തനിക്കും തന്റെ കൂട്ടാളികൾക്കും എതിരെയുള്ള ഒരുപാട് ആരോപണങ്ങളെ ഒരൊറ്റ യുദ്ധം കൊണ്ട് അയാൾ ഇല്ലാതാക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ കാണാതെ മായ്ച്ചിരിക്കുകയാണ്. ഇനി ഈ വിഷയത്തിലെ ഏറ്റവും ദുരൂഹത നിറഞ്ഞ ഒരു മനുഷ്യനെ കുറിച്ച് പറയട്ടെ, ബിൽ ഗേറ്റ്സ്. അമേരിക്ക ഇറാനുമായി യുദ്ധം തുടങ്ങുന്നതിന്റെ അന്നത്തെ ദിവസം മറ്റ് 2 കാര്യങ്ങൾ കൂടെ സംഭവിച്ചിരുന്നു. ഒന്ന്, ബില്യൺസ് വർത്ത് ആയിട്ടുള്ള പെന്റഗൺ കോൺട്രാക്ട് ഓപ്പൺ എഐ സ്വന്തമാക്കിയിരിക്കുന്നു. അതിന്റെ മേജർ ഷെയർ സ്വന്തമാക്കിയിരിക്കുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഓണറായ ബിൽ ഗേറ്റ്സ്. അതുമാത്രമല്ല, അതേ ദിവസം ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഡിഫൻസ് കോൺട്രാക്ട് ബിൽ ഗേറ്റ്സ് സ്വന്തമായി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറും സ്വാഭാവികം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Then you guys are definitely fooling yourselves. ആഗോളപരമായി ഒരുപാട് ആരോപണങ്ങളെ മറച്ചു വെക്കാനുള്ള ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം മനുഷ്യ ജീവനുകളെ കുരുതി കൊടുക്കുന്ന ഈ ലോക മഹാ അവിശുദ്ധ യുദ്ധത്തിൽ എത്ര ജീവനുകൾ പൊലിയുന്നുണ്ട്, എത്ര കുടുംബങ്ങൾ ഇന്ന് ടെൻഷനിലായിരിക്കുന്നുണ്ട്. എവിടെയോ ഇരുന്ന് ട്രംപും നെതന്യാഹുവും ഖമനേയും അയാളുടെ ആളുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടത്തുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്നത് നിങ്ങളെ എന്ത് വിളിക്കണമെന്നറിയാമോ?